പ്രകൃതിയിൽ എന്തിനും ഒരു പരിമിതിയുണ്ട്. അതായത് ഒരു ചെടിയിൽ മനോഹരമായ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ആ ചെടിക്ക് വേണ്ട വെള്ളവും വളവും അതിനാവശ്യമുണ്ട്. പക്ഷെ ഒഴിക്കുന്ന വെള്ളവും ഇടുന്ന വളവും അധികമായാൽ ആ ചെടിയെ അത് തീർച്ചയായും നശിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ കേട്ടിട്ടില്ലേ, അമൃതും അധികമായാൽ വിഷമാവുമെന്ന്? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ ശൈലി. അമിത ചിന്താഗതി ഏതൊരു മനുഷ്യനും സ്വന്തം ജീവിതത്തിൽ അത് ആപത്തായി മാറും. ഇന്ന് നമ്മുടെ ചുറ്റിനും കുറേ മനുഷ്യരുണ്ട്, കഴിഞ്ഞുപോയ വേദനയെ ഇപ്പോഴും മനസ്സിൽ വളർത്തിക്കൊണ്ട് നടക്കുന്ന ചിലർ. ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യണം. അതായത് മനസ്സിൽ നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത പല നെഗറ്റീവ് ചിന്തകളും വന്നേക്കാം. നിങ്ങൾ ആ ഒരു കാര്യത്തോട് ഫൈറ്റ് ചെയ്യരുത്. അതിനെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു അഫർമേഷൻ കൊടുക്കണം. അതായത്, എന്റെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകൾ എനിക്ക് ആവശ്യമില്ല, അതിനാൽ എനിക്ക് ചിന്തിക്കാൻ താല്പര്യമില്ല. മനസ്സിൽ വരുന്ന ചിന്തയെ ഒരു പുച്ഛത്തോടെ കാണണം. എന്നിട്ട് വരുന്ന ചിന്തകൾ എന്റെ മനസ്സിന്റെ ധൈര്യത്തെ കണ്ട് ഭയന്ന് പിന്നോട്ട് പോകണം. അതായിരിക്കണം നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്.